കഞ്ചാവ് വലിച്ചതിന് പിടികൂടിയ പ്രതിക്ക് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് കോയിപ്രം പോലീസ് സ്റ്റേഷനിലെ SHO ജി സുരേഷ് കുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സ് IG ശ്യാം സുന്ദറിന്റേതാണ് ഉത്തരവ്. പോലീസ് 3 മാസത്തോളം പൂഴ്ത്തിവച്ചിരുന്ന സംഭവം മാധ്യമ ഇടപെടലിനെ തുടർന്നാണ് പുറത്തുവന്നത്. പോക്സോ കേസിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കോന്നി DYSP T രാജപ്പൻ, SHO P ശ്രീജിത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഇതോടെ ജില്ലയിൽ 24 മണിക്കൂറിനിടെ 3 ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായി. കഴിഞ്ഞ മാർച്ച് 16 വൈകിട്ട് 6:45 കോയിപ്രം സ്റ്റേഷനിലെ പട്രോളിംഗ് സംഘം കഞ്ചാവ് ബീഡി വലിച്ചതിന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ച കോയിപ്രം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലുപ്പറമ്പിൽ വീട്ടിൽ KM സുരേഷിനാണ് മർദ്ദനമേറ്റത്. 58 വയസ്സായിരുന്നു. സുരേഷിന്റെ മൃതദേഹം മാർച്ച് 22 രാവിലെ കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രമാടം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഇളക്കൊള്ളൂർ പാലം ജംഗ്ഷന് സമീപം ബിജു ഫിലിപ്പിന്റെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി. കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 4 വാരിയലുകൾ ഒടിഞ്ഞിരുന്നുവെന്ന് ഡോക്ടർ കണ്ടെത്തി. ദേഹമാസകലം ഉരഞ്ഞതിന്റെയും മുതുകിൽ ചൂരൽ കൊണ്ട് അടിയേറ്റതിന്റെയും പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മാർച്ച് 16 വൈകിട്ട് 6:45 വരയന്നൂർ സബ് കനാലിന് സമീപത്താണ് പോലീസ് പട്രോളിംഗ് പാർട്ടിയിൽപ്പെട്ട ഗ്രേഡ് SI S ഷൈജു, CPO അനന്തകൃഷ്ണൻ എന്നിവർ സുരേഷിനെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. പോലീസിനെ കണ്ട ഇയാൾ വലിച്ചുകൊണ്ടിരുന്ന ബീഡി എറിഞ്ഞുകളഞ്ഞു. അന്തരീക്ഷത്തിൽ കഞ്ചാവിന്റെ മണം ഉള്ളതിനാൽ സംശയം തോന്നി സുരേഷ് കളഞ്ഞ ബീഡിക്കുറ്റി പട്രോളിംഗ് പാർട്ടി പരിശോധിച്ചു. കഞ്ചാവും ചുക്കയും ഇടകലർത്തിയ ബീഡിയായിരുന്നു ഇത്. തിരുവല്ലയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പോലീസിനോട് സമ്മതിച്ചു. തുടർന്ന് തിരുവല്ല DYSPയുടെ അനുമതിയോടെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു. എന്നാൽ ഇയാളുടെ ബൈക്ക്, മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചു. മാർച്ച് 19 വീണ്ടും ചോദ്യം ചെയ്യാൻ കോയിപ്രം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. 22 കോന്നിയിലെ തോട്ടത്തിൽ മൃതദേഹം കണ്ടു. സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപ് രാത്രി 3 പേർ വന്ന് സുരേഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയെന്ന് മാതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സുരേഷ് ഒരാളുടെ വാഹനത്തിൽ ഡ്രൈവറായി പോകുന്നയാളാണ്. തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുരേഷ് വാഹന ഉടമയോട് പറഞ്ഞതായി അദ്ദേഹം കോന്നി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 1 വർഷമായി സുരേഷ് ഭാര്യയുമായി പിണങ്ങി ജീവിക്കുകയാണ്. തൂങ്ങി മരണമാണ് സുരേഷിൻ്റേത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ശരീരത്തിലേറ്റ പരിക്കുകൾക്ക് 2 മുതൽ 6 ദിവസം വരെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നിസ്സാരമായ ഒരു കേസിന്റെ പേരിൽ ബൈക്കും ഫോണും പിടിച്ചുവച്ചത് സുരേഷിന് മാനസിക വിഷമം സൃഷ്ടിച്ചിരുന്നു. തന്റെ വാഹനത്തിന്റെ ഉടമയോട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. കോന്നി പോലീസ് എല്ലാവരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. പോലീസ് മർദ്ദനത്തിലേക്ക് തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണം ചെന്നു നിൽക്കുന്നത്. സുരേഷിന് മർദ്ദനം ഏറ്റിരിക്കുന്നത് ആദ്യം കസ്റ്റഡിയിലെടുത്ത മാർച്ച് 16 അത് പോലീസിൽ നിന്നുണ്ടായത് തന്നെയാണെന്ന് ഏറെക്കുറെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റഡി മർദ്ദനം വിവാദമായതോടെ കഴിഞ്ഞ 22 ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KA വിദ്യാധരന്റെ നേതൃത്വത്തിൽ 14-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം SP വാക്കാൽ മരവിപ്പിച്ചു. ഇതും വാർത്തയായതോടെ അന്വേഷണം തുടരാൻ അനുമതി ലഭിച്ചു. ഇതിനിടെ സുരേഷിനെ ട്യൂട്ടർ എന്ന് വിളിക്കുന്ന അരീഷ് മർദ്ദിച്ചുവെന്നൊരു FIR 23 പുലർച്ചെ 2:43 തട്ടിക്കൂട്ടി. മുൻവിരോധം നിമിത്തം സുരേഷിനെ മർദ്ദിച്ചുവെന്നും നിലത്തിട്ട് ചവിട്ടിയെന്നായിരുന്നു FIR-ൽ പറഞ്ഞിരുന്നത്. കേസ് വഴിതിരിച്ചുവിടാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ FIR.